എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമുക്ക് കാണുന്നുണ്ടാവും കുമ്പളങ്ങയാണ് താരം. കുമ്പളങ്ങയും കൊണ്ട് ഒരു ഓല ഉണ്ടാക്കാം. മത്തങ്ങയും കൊണ്ടുള്ള ഓല വേറെ, കുമ്പളങ്ങയും കൊണ്ടുള്ള ഒരു ഓല വേറെയാണ്. സിമ്പിളാണ്, ഒന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓലനാണ്, നല്ലതുമാണ്. അപ്പോൾ നമുക്ക് കുമ്പളങ്ങയും കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക ഒരു ഓലെന്ന് നമുക്ക് നോക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാക്കാം കുമ്പളങ്ങ വന്ന് കഷ്ണമാക്കി വെച്ചിരുന്നു. വേണ്ടത് പച്ചമുളക്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 200 ഗ്രാം കുമ്പളങ്ങയേ ഉള്ളൂ. അടുപ്പ് കത്തിച്ചു. ഇനി ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. വേവിച്ച ലാസ്റ്റ് പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ പൂർത്തിയാക്കുള്ളൂ. ചെറിയൊരു വീഡിയോയാണ്, കുട്ടി വീഡിയോയാണ്, പെട്ടെന്ന് കഴിയും. വേവട്ടെ. ഉപ്പിടാം. ഉപ്പിടുന്നുണ്ട്. രണ്ടായാലും ഉപ്പിടാം. വേണമെങ്കിൽ പിന്നെ നോക്കി ഇടാം. പകുതി വന്ന ശേഷമാണ് മുളക് ഇടുള്ളൂ. കുറച്ച് മുളക് കളറൊക്കെ മാറി പോവുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. വെന്ത ശേഷം ഒന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റണം. പിന്നെ തേങ്ങാപ്പാലല്ലേ ഉപയോഗിക്കുന്നത്. എല്ലാം തിളച്ച് വെന്ത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. പകുതി വേവാകുമ്പോൾ നമുക്ക് മുളകിടാം, പച്ചമുളകിടാം. പകുതി വേവാകട്ടെ. അപ്പോൾ അടച്ചു വയ്ക്കാം. അപ്പം അങ്ങനെ നമ്മുടെ കുമ്പളങ്ങിലെ വെള്ളമൊക്കെ വറ്റി വറ്റി. അപ്പോൾ പിന്നെ നമ്മുടെ പാൽ ഒഴിക്കാം. മുളക് ഇടുന്നുണ്ട്, പച്ചമുളക് ഇട്ടു. എത്ര മേടിച്ച് വരുമ്പോൾ അനുസരിച്ചിടാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഇതിൽ ഒരു മുറി തേങ്ങയുടെ പാലുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ച ചെറിയൊരു മുറിയാണ്. വേണ്ടത് ഒഴിച്ചാൽ മതി. ആവട്ടെ. കുറച്ച നമ്മുടെ ഓലൻ റെഡിയായി. കുമ്പളങ്ങ ഓലൻ. കറിവേപ്പില. സദ്യയിൽ വിളമ്പണ, സൈഡിൽ വിളമ്പണതാണ്. അത് കുറേശ്ശെ വിളമ്പണുണ്ട്. കുറേശ്ശൊക്കെ ഉണ്ടാക്കണ്ടുള്ളൂ. തോനെ വേണമെന്നില്ല, കുറച്ച് മതി. അങ്ങനെ ഒരു സ്പൂണിൽ ഇങ്ങനെയാണ് വിളമ്പുക എല്ലാവരും. പണിയുള്ളൂ. ടേസ്റ്റാണ്. മുളക് ഒപ്പട്ടിട്ട് വേണമെങ്കിൽ വേവിക്കാം. ഞാൻ കുറച്ച് കളറായി കിടക്കട്ടെ വേണം ഇട്ടതാണ് ലാസ്റ്റ്. ടേസ്റ്റി ആയിട്ടുള്ള നല്ല കളർഫുള്ളായൊരു പോലെ റെഡിയായി. അപാര ടേസ്റ്റാണ്. ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കാണണം ഫുള്ളും. എന്നിട്ട് എല്ലാവരും ഉണ്ടാക്കുക. ഓണൊക്കെ അടിച്ച് പൊളിക്കുക. അത്രേ പണിയുള്ളൂ. നല്ല കരത്തിൽ നുറുക്കാൻ പാടില്ല കുമ്പളങ്ങ. കുറച്ച് നൈസായിട്ട് നുറുക്കണം. പെട്ടെന്ന് വേവും. പ്രത്യേകമായിട്ട് പറയാനുള്ളത്, മൂക്കാത്ത കുമ്പളങ്ങ നല്ലത്. നല്ല മൂത്ത രസം ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. മൂപ്പ് കമ്മിയുടെ കുമ്പളങ്ങ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ. അപ്പോൾ നമുക്കതിനെ പോലെ റെഡിയായി. നമുക്ക് സ്റ്റവ് ഓഫാക്കാം. എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കും. നമ്മുടെ വെളിച്ചെണ്ണ താരം ഒഴിക്കാം. 1 സ്പൂണൊക്കെ ഒഴിക്കാം. 1-2 സ്പൂൺ ഒഴിക്കാം. ഈ കുമ്പളങ്ങ ഓല റെഡി. അപ്പോൾ അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ ഓല റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. എന്നിട്ട് ഓണൊക്കെ അടിച്ച് പൊളിക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.